ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിലൊരു വഴക്കാവും. അത് പാടില്ല. അതുകൊണ്ട് സച്ചേട്ടന്റെ കയ്യിലും എന്തായാലും ഞാൻ കുഞ്ഞിനെ കൊടുത്തു വിടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവാ. വേണ്ട. അമ്മുക്കുട്ടിയെ കാണാതെ അവള് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ എന്താ രണ്ടുപേരൊന്നും പറയാത്തെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിപ്പോ നാളെയല്ലേ, നമുക്ക് നാളെ കൊണ്ടുപോവാ. അതുപോലെ ആ അത് മതി. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ എന്താ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്നേ? ഞാൻ പിന്നെ എന്ത് വേണം? കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി നിർത്താൻ കൊടുത്തയക്കാന്ന് സന്ദീപ് എന്തിനാ പറഞ്ഞേ? അതിനിപ്പോ എന്താ? അർച്ചന അടുത്തിന്റെ അടുത്തേക്കല്ലേ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ? എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തയക്കില്ല. അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ എന്റെ അമ്മക്കുട്ടി എനിക്ക് തിരിച്ചു കിട്ടില്ല. ആതിരെ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ഇത്രയും നാൾ അവളെ വളർത്തിയത് അർച്ചന അടുത്തിയല്ലേ? അവളെ കാണാതെ അർച്ചന അടുത്തേക്ക് ആകെ വിഷമമുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ട് നിർത്തിയിട്ട് പിന്നെ നമുക്കിങ്ങനെ തിരിച്ചു കൊണ്ടുവരാലോ. അതൊന്നും നടക്കില്ല. സച്ചേട്ടനും അച്ഛച്ചേച്ചിക്ക് ഇപ്പൊ സ്വന്തം കുഞ്ഞുണ്ടല്ലോ, അവർക്കതിനെ വളർത്തിയ പോരെ. എന്തിനാ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ? അമ്മുക്കുട്ടിയെ നമ്മുടെ കുഞ്ഞിനെ കാണാൻ തുടങ്ങിയത് നീ ഇപ്പോഴല്ലേ? അതിനു മുന്നേ അമ്മുക്കുട്ടിയെ വളർത്തിയത് അർച്ചന എടുത്തിയാ. ഒരു പെറ്റമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ മുഴുവൻ നമ്മുടെ മകൾക്ക് കൊടുത്തത് അർച്ചന എടുത്തിയാ. അത് നീ മറക്കരുത്. അതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നേതെന്ന് പറയുന്നതൊന്നും നഷ്ടപ്പെടുത്താൻ ഇനി എനിക്ക് വയ്യ. ഏത് വളർത്തമ്മയെക്കാളും അപ്പുറത്താ സ്വന്തം അമ്മയെന്നുള്ള സത്യം. എന്റെ കുഞ്ഞ് തൽക്കാലം ഇവിടെ തന്നെ വളർന്നാ മതി. അവളെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല. സന്ദീപ് തന്നെ ഇത് പോയി സച്ചേട്ടനോട് പറഞ്ഞേക്കണം. അതിനെ നീ എന്തിനെത്ര വാശി പിടിക്കുന്നേ? ഇത് വാശിയല്ല സന്ദീപേ, ഞാൻ അവളുടെ അമ്മയാ. ഒക്കെ ശരിയാ, നീ അമ്മയാണ്, ഞാൻ അവളുടെ അച്ഛനുമാണ്. അവളുടെ മേലുള്ള എല്ലാ അവകാശവും നമുക്ക് മാത്രമാ. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തന്നെ വേണം. ഈ സത്യം നിലനിൽക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. അർച്ചനയുടെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് കുഞ്ഞിനെ അടർത്തി മാറ്റരുത്. ഈ സമയത്ത് നമ്മളായിട്ട് അർച്ചനത്തെ വിഷമിപ്പിക്കാനും പാടില്ല. മരണത്തിന്റെ അടുത്തൊരു പൊടി തിരിച്ചു വന്നതാ നിന്റെ ചേച്ചി. അത് നീ എന്താ ഓർക്കത്തെ? ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിലൊരു വഴക്കാവും. അത് പാടില്ല. അതുകൊണ്ട് സച്ചേട്ടന്റെ കയ്യിലും എന്തായാലും ഞാൻ കുഞ്ഞിനെ കൊടുത്തു വിടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവാ. വേണ്ട. അച്ഛച്ചേച്ചി, ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാം. നീയോ? ഞാൻ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. അവിടെ ചെന്ന് വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒരു വഴക്കം ഉണ്ടാവാൻ പോകുന്നില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാന്ന് സച്ചേട്ടനോടൊന്ന് പറഞ്ഞേക്ക്. എന്താ ഇതൊക്കെ? നീയാണോ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോണത്? വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. നിനക്കിത് വല്ല അറിയോ? ഞാൻ ചെയ്ത എന്താ കുഴപ്പം? എടിപ്പെണ്ണേ, അറിയാത്ത കാര്യങ്ങളെ ചെയ്യാൻ പോവരുത്. ആര് പറഞ്ഞു? എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഓ, നീ ഒരു കാര്യം ചെയ്. ഇതൊക്കെ ഇങ്ങോട്ട് തന്നിട്ട് നീ പോയി മോളെ എടുത്തിട്ട് വാ. ചെല്ല്, ഞാൻ കുളിപ്പിച്ചോളാം. ദേ, അമ്മ എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഇന്ന് ഞാൻ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചോളാം. ആ ശരി, കുളിപ്പിച്ചോ. ആ പിന്നെ സൂക്ഷിച്ച് വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. തലയിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഓ, ഇനി അഥവാ വെള്ളം ഒഴിച്ചാ അപ്പൊ തന്നെ അത് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ പനി പിടിക്കോടി.
എനിക്കറിയാം. ഞാനും ഒന്ന് പ്രസവിച്ചല്ലേ അമ്മേ. അയ്യോ, നീ പ്രസവിച്ചതേ ഉള്ളൂ. ആവണിമോളെ കുളിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഞാനാ. ഉം. പിന്നെ ഇപ്പോ എന്താ ഇതിന് മാത്രം ഒരു പ്രത്യേകത? ആ? അല്ലേലും അച്ഛനോടും കൊച്ചിനോടും നിനക്ക് ഇപ്പൊ ഇത്തിരി കൂടി സ്നേഹമുണ്ട്. അച്ഛനെയും കുഞ്ഞിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന കുറ്റബോധം കൊണ്ടാണോ? അമ്മേ, ഇനി അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്കത് സങ്കടവും. അർച്ചനയുടെ മോളുടെ എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കോളാം. ഹോ, ഈശ്വരാ, ഇപ്പോഴെങ്കിലും ഇവളുടെ തലയ്ക്ക് നല്ല വെളിവ് കൊടുത്തല്ലോ. നന്നായി. മാഷ് വന്നു തോന്നുന്നു. നീ വാതി. വാവേ വാ, അകത്തൊരു പാടി. വാ മോളെ. അല്ല, നീ എങ്ങനെയാ വന്നേ? നീ മാത്രമേ വന്നുള്ളോ? അവനെവിടെ? സന്ദീപ് വന്നില്ലേ? ആ, സന്ദീപ് വന്നില്ല. വാവേ. ഓ, അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി, നീ എന്താടി കാണിക്കുന്നേ? ഈ സമയത്തേക്ക് ഇന്ന് ഓടുന്നത്? അമ്മുക്കുട്ടി, അമ്മയുടെ മുത്തേ. അമ്മുക്കുട്ടി, അമ്മയുടെ പൊന്നു മോളെ, എവിടെയായിരുന്നു അമ്മയുടെ ചുന്ദരി? അമ്മ കാണാൻ വന്നതാണോ? അമ്മയ്ക്കൊരു ഉമ്മന്നെ, 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 ഉമ്മ. അമ്മുക്കുട്ടി, ദേ കുഞ്ഞാവെ കണ്ട. നോക്കിയത് ആരാണെന്ന് നോക്കടാ. ഇതാരാ നോക്കി നോക്കി. മാവേ, ദേ ചേച്ചി വന്നേക്കുന്നു. ഓ ഓ, തൊടണ്ട. അമ്മുക്കുട്ടി കണ്ടപ്പോഴാ അർച്ചനയ്ക്ക് ജീവൻ വീണത്. ചേടാ, അമ്മക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞിട്ട് ഇവിടെ എന്തൊരു ബഹളായിരുന്നു. ഇപ്പൊ നിന്റെ വിഷമം മാറിയില്ലേ? മോളെ എവിടെ ഇരിക്കെ, അമ്മ ചായ എടുക്കാം. മീരെ, നീ വാ, കൊച്ചിനെ കുളിപ്പിക്കാം. അമ്മയുടെ പൊന്നേ, ഇത്ര ദിവസമായി അമ്മുക്കുട്ടിയെ കണ്ടിട്ട്. ഓ ഓ ഓ ഓ, ചുന്ദരി, അമ്മയുടെ ചക്കര പൊന്നേ. ഈശ്വര, അച്ഛ ചേച്ചിന്റെ കുഞ്ഞിനെ തിരിച്ചു തരില്ലേ? അതെ. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അമ്മയുടെ പൊന്നേ, അമ്മുക്കുട്ടി. നീ കുഞ്ഞിന്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? തൊട്ടിലിവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.